ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ വാച്ച്മാൻ അങ്ങോട്ടേക്ക് വന്നു. സാറിനിന്ന് പോകാൻ പറ്റൂല എന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അതെന്താടോ? ഇവിടെ ഇന്നലെ നല്ല ഇടിയും കാറ്റും മഴയും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ കിഴക്കൻമലയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഉണ്ടായിരുന്ന റോഡ് ഒലിച്ചു പോയി. ഇനി അത് ശരിയാക്കാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ ഉരുൾപൊട്ടലാണെന്നൊക്കെ പറഞ്ഞു. സാറിന് അറിയാമല്ലോ, ഇങ്ങോട്ട് വരാൻ ആകെ ഉള്ളത് ആ ഒരു വഴിയാണ്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. പോകാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പം ഇല്ല, വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറയും. എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞേക്കാം. കുറച്ച് മുകളിലോട്ട് ചെന്നാൽ ഒരു കാട്ടുപാതയുണ്ട്, പക്ഷെ അവിടെയൊക്കെ മരം വീണ് കിടക്കുകയാണെന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഇനി ആ റോഡെന്താ ശരിയാവത്തില്ലെന്ന് ചോദിച്ചു. പട്ടാളക്കാർ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ അവർ തൽക്കാലം പാലമോ മറ്റോ ഉപയോഗിച്ച് വണ്ടി കടത്തിവിടും. എന്തായാലും ഉച്ചവരെ പോക്കൊന്നും നടക്കത്തില്ല എന്ന് ഈ സെക്യൂരിറ്റി പറഞ്ഞു. ഞാനാണെങ്കിൽ അവളോട് ഒരുങ്ങാനും പറഞ്ഞല്ലോ, എന്തായാലും ഉടനെ പോകാൻ പറ്റത്തില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സെക്യൂരിറ്റി പറയാണ്. ഇനിയിപ്പോൾ അവളോട് എന്ത് പറയുന്നു ഞാൻ ആലോചിക്കുന്നത്. ഇത്തരം യാത്രകളിൽ നമ്മളിതൊക്കെ പ്രതീക്ഷിക്കണം, പ്രത്യേകിച്ച് മഴ സമയമാകുമ്പോൾ. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അനിയിങ്ങനെ ആകെ അന്താളിപ്പോട് കൂടി നിൽക്കും. അപ്പോഴത്തേക്കതേ നമ്മുടെ നന്ദു പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി പെട്ടെന്ന് റെഡി ആവുകയാണ് പോകാൻ. അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ അരികിലേക്ക് ഓടി വന്നു അനി. നന്ദു, ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞു. അയ്യോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു നന്ദുവേ. ആ റോഡ് ബ്ലോക്കാന്ന്, ഇന്നലത്തെ മഴയിൽ ഉരുൾപൊട്ടലുണ്ടായെന്നാണ് പറഞ്ഞത്. റോഡിൻ്റെ കുറച്ച് ഭാഗം തകർന്നു പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദുവിന് ഭയങ്കര ആദി കയറി. അയ്യോ, എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇനി എന്നാ ചെയ്യും? ഇപ്പം അതിലെ പോകാൻ പറ്റത്തില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. അയാൾ പോയി നോക്കിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ? ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ വിളിക്കാമെന്ന് വെച്ചാൽ അവരും സംശയിക്കില്ലേ ഞാനിവിടെ എന്തിനാ വന്ന് താമസിച്ചതെന്നൊക്കെ. എൻ്റെ ദൈവമേ, ഇപ്പം ആകെ പെട്ടുപോയല്ലോ എന്നും പറഞ്ഞു നന്ദു ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനത് അറിഞ്ഞപ്പോൾ ആകെ അപ്സെറ്റായി പോയി. നനി, എടാ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ വേറെ വഴിയൊന്നും ഇല്ലടാന്ന് ചോദിച്ചപ്പം ഇല്ലെന്നാണ് അയാൾ പറഞ്ഞത്. അല്ലെങ്കിൽ പോയി നോക്കണമെന്ന് അനി പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് നന്ദു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോകണോ, അതോ ഇനിയിപ്പോൾ തിരിച്ചു വരേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കാര്യം അയാളോട് പറഞ്ഞിട്ട് പോകാം. അയാൾക്കറിയാലോ റോഡ് ബ്ലോക്കാണ് എന്നുള്ള കാര്യം. അതറിയാം. എടാ, പെട്ടെന്ന് വന്ന റോഡ് ശരിയാവത്തില്ലായിരിക്കുമോ? ദേ നോക്കി, ഇന്ന് നമ്മളിവിടെ കുടുങ്ങിപ്പോയാൽ പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലെന്നും ഇത് വലിയ പ്രശ്നമാകുമെന്നും നന്ദു പറയുമ്പം എടി, എനിക്കതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നീ എഴുന്നേൽക്കുന്നത് മുന്നേ ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ടുണ്ടെന്ന് നിന്നെ ഉണർത്തിയത് എനിക്കത് അറിയാവുന്നത് കൊണ്ടല്ലേ. രാവിലെ 6 മണിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും 7 മണിക്കെങ്കിലും പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അനി പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ദേ സമയം 6:45 ആയിട്ടുള്ളൂ. ഇപ്പം തിരിച്ച് എന്തായാലും ഒരു 9 മണിക്ക് മുൻപ് നമുക്ക് അവിടെ എത്താനും കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. നീ വാ. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാൻ പെട്ടെന്ന് റെഡിയായി വരാമെന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് റെഡി ആവാനായിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ കുടുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ കുറേ വണ്ടികൾ കുടുങ്ങി കിടക്കുന്നു, ആൾക്കാർ കുറേ പേര് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു കണ്ടു ഒരാളോട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ റോഡ് ബ്ലോക്കാണെന്ന് നേരം ആ ചേട്ടൻ പറഞ്ഞു. ഇതിനിപ്പോൾ എപ്പോൾ ശരിയാകും ചേട്ടാ? അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. കിഴക്കൻമലയിൽ നിന്ന് ഉരുൾപൊട്ടി വന്നതാ, റോഡ് പൊളിഞ്ഞു പോയെന്ന് ആ ചേട്ടന്മാർ പറയുവാണേ. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും നന്ദുവിന് പേടി കൂടി. ചേട്ടാ, വേറെ വല്ല റൂട്ട് ഉണ്ടോ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ? അപ്പോൾ ഈ ഒരൊറ്റ വഴിയുള്ളൂ, അവിടെ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. താൽക്കാലിക പാലം ഉണ്ടാക്കി വണ്ടികൾ കടത്തി വിടുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ സമയം എടുക്കുമെന്ന് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ നന്ദു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അയ്യോ, എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. മൊത്തത്തിലെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. ഉദ്ദേശിച്ചിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് മനസ്സിലായി. ഒരു ഊരാക്കുടിക്കിലാണല്ലോടാ നമ്മൾ പെട്ടത് എന്ന് നന്ദു പറയുമ്പം വീട്ടുകാരോട് പറയാതെ വന്നതിൻ്റെ ഒരു ടെൻഷനാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തതാ, ഇന്ന് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഇന്ന് എന്തായാലും നിനക്ക് പോകാൻ പറ്റില്ല, ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. നീ കാരണം എൻ്റെ ജോലി പോകുമെന്ന് തോന്നുന്നതെന്നൊക്കെ പറയുമ്പം എടി, ജോലി പോയാൽ നിനക്കെന്താ കുഴപ്പമെന്ന് അനി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ജോലി അതെന്ന് നന്ദു. എടി ദേ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ മുത്തശ്ശനെ കൊണ്ട് പറയിച്ചോളാം, അല്ലെങ്കിൽ ഇനിയൊന്ന് മുത്തശ്ശനെ വിളിച്ചാലും മതിയെന്ന്. ഞാൻ എങ്ങനെയാടാ വിളിക്കുന്നത്? അവന്തികയുടെയും നിൻ്റെയും നിശ്ചയം മുടങ്ങിയതിൽ നല്ലൊരു പങ്ക് എനിക്കുണ്ടെന്നല്ലേ അവരെല്ലാവരും പറയുന്നതെന്ന് ചോദിക്കുമ്പം അങ്ങനെ മുത്തശ്ശിയൊന്നും പറയത്തില്ല. അങ്ങനെ ഓർക്കണ്ട നീ. അങ്ങനെ പറയുന്നത് അവന്തികയും അവളുടെ അമ്മയും പിന്നെ നവ്യേച്ചിയും എൻ്റെ അമ്മയും ഒക്കെയാണ്. നയനേടത്തിയൊക്കെ ഇപ്പം നമുക്ക് നല്ല സപ്പോർട്ടാണെന്ന് ഇങ്ങനെ അനി പറയുന്നു. നവീനേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ നയനേച്ചി ആദർശേട്ടനൊന്നും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ലടാ, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു നന്ദു. അതായിപ്പോൾ ഏറ്റവും വലിയ ഭാരമായിട്ട് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ അല്ല, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കണോ അതോ ഗസ്റ്റ് ഹൗസിലേക്ക് പോകണോ? ഇവിടെ നിന്നിട്ട് ഇപ്പോഴത്തെ കാര്യം
ആ സെക്യൂരിറ്റി പറഞ്ഞതാ പോകണ്ടാന്ന്, അത് കേട്ടില്ല. ബാ നമുക്ക് എങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു ചെയ്യുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി അവിടെ തന്നെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലേ സാറേ അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നതായിരുന്നു. അപ്പോഴത്തേക്ക് ആൾക്കാർ തടഞ്ഞെന്ന് പറഞ്ഞു, മുന്നോട്ട് വണ്ടി പോകത്തില്ല എന്നും പറഞ്ഞെന്നും പറഞ്ഞു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്കത് കേട്ടാൽ പോരായിരുന്നു എന്ന് അയാൾ ചോദിക്കാം. അല്ലേട്ടാ ഇവിടെ മൊബൈലിൽ റേഞ്ച് ഇല്ല അല്ലേ? അകത്ത് ലാൻഡ് ഫോണുണ്ട്, ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിളിച്ചോളാൻ പറഞ്ഞു. നമുക്ക് രാകേഷിനെ വിഘ്നേഷിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അവന്മാരെ വിളിച്ചിട്ടോ? അവന്മാർ വരട്ടെ, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയാമല്ലോ എന്ന് അനി. എടാ അവന്മാരെങ്ങനെ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പം ഇങ്ങോട്ട് വരണ്ട, നമ്മൾ ഇവിടുന്ന് അപ്പുറത്തെത്തുമ്പോൾ അവന്മാർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. സാറേ ദേ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റോഡ് ശരിയാകുമെന്ന് സെക്യൂരിറ്റി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മഴയും മണ്ണിടിച്ചിലൊക്കെ ആകും, അപ്പോൾ പിന്നെ നാളെ രാവിലെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് ചേട്ടൻ പറഞ്ഞപ്പം, ചേട്ടാ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ഇവിടേക്ക് വന്നത്, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളിവിടെ വന്നില്ലേ എന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് മാത്രം കരുതിയാൽ മതിയെന്ന് ഈ ചേട്ടൻ പറയാം. ഇന്നലെ ഉരുള് പൊട്ടിയ സമയത്താണ് നിങ്ങൾ അതുവഴി വന്നിരുന്നതെങ്കിലേ നിങ്ങളെ പൊടി പോലും കിട്ടത്തുണ്ടായിരുന്നില്ല എന്നും അതുപോലെ ആയുസ്സിന് ബലമുണ്ടെന്ന് പറ സാറേ എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞത് ശരിയായ കാര്യമാണ്. ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ സംഭവിച്ചെങ്കിൽ എന്താ, ഒന്നിച്ച് നമുക്കങ്ങ് പോകാമായിരുന്നു എന്ന് അനി. അത്രയ്ക്ക് തീവ്രമായ പ്രേമമാണല്ലേ സാറേ എന്ന് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുമ്പം, ചേട്ടാ കൂടുതൽ ചിന്തിച്ച് ബുദ്ധി വേസ്റ്റ് ആക്കണ്ട കേട്ടോ എന്ന് നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു. എന്നിട്ട് അകത്തേക്കും കയറിപ്പോയി. നന്ദു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനി ഇതേ ആ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട്, അതെ അവൾ ആരാണെന്ന് ചേട്ടൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പ്രേമിക്കുന്ന പെൺകുട്ടിയാണെന്ന് അറിയാം, തൽക്കാലം അത്ര അറിഞ്ഞാൽ മതിയെന്ന് നമ്മുടെ അനി എന്നിട്ട് അയാളോട് പറയാം. എന്നിട്ട് അല്ല ഇവിടെ അടുത്താണോ പോലീസ് സ്റ്റേഷൻ? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്താ സാറേ? ഒന്നുമില്ല, പോലീസ് സ്റ്റേഷൻ അടുത്താണെങ്കിലേ ചേട്ടൻ ഓവർ സ്മാർട്ട് ആവാത്തതാണ് നല്ലത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അകത്തേക്ക് കയറി അങ്ങ് പോയി. അനി അകത്തേക്ക് കയറി പോയപ്പോൾ അയാൾ ഇങ്ങനെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിഘ്നേഷോ രാകേഷും അതിലങ്ങനെ പോകുന്നു. അപ്പോൾ അനി വിളിക്കുന്നു, ഹലോ എടാ ഞാൻ അനിയാന്ന് പറഞ്ഞു. എന്താടാ പറയടാ? അതുപോലെ ഞാനെന്നാന്ന് തോന്നുന്നു പൊന്മുടി വരെ വന്നതാ, ഇവിടെ കുടുങ്ങിപ്പോയടാ. അതെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ റോഡാണെങ്കിൽ മൊത്തം ബ്ലോക്കാ, തിരിച്ചു വരാൻ പറ്റുന്നില്ല. അല്ല രാവിലെ തന്നെ പൊന്മുടിക്ക് പോയോ? രാവിലെ അല്ലടാ ഇന്നലെ വന്നതാ. ശരി ശരി ഓക്കെ ഓക്കെ. എടാ നീ രാകേഷിനെയും കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് പൊന്മുടിക്ക് അടുത്തേക്ക് വരണം. റോഡ് ശരിയായാലേ നിങ്ങൾ നിൽക്കുന്ന സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കോളാമെന്ന് പറഞ്ഞു. എടാ ഞങ്ങൾക്ക് ജോലി തിരക്കുണ്ടടാ എനിക്കും രാകേഷിനും. അപ്പം അത് കേട്ടപ്പം എടാ ഞങ്ങൾ പെട്ടുപോയത് കൊണ്ടാടാ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഫോൺ വാങ്ങിച്ചു. ഹലോ എടാ സീരിയസ് ആണെന്ന് മനസ്സിലാക്കടാ, ദേ ഞങ്ങളിവിടെ ആകെ കുടുങ്ങി കിടക്കുകയാണെന്ന് നന്ദു. ശരി എന്തെങ്കിലും ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെടാൻ നോക്കാൻ പറഞ്ഞു. ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ടായി. അത് കഴിഞ്ഞപ്പം ഹമാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നന്ദു. ഇനി ഇവിടുന്ന് എപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റുമോ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുക. ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ വിവരം അറിയിക്കാന്ന് വെച്ചാൽ പിന്നെ പോലീസുകാർക്കാകെ സംശയവും കാര്യങ്ങളൊക്കെ ആകും. ഇപ്പം തന്നെ പുറത്തു നിൽക്കുന്ന ആൾ വശമില്ലാതെയാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നന്ദുവിന് ദേഷ്യമാണ്. നമ്മൾ രണ്ടുപേരും ഇന്നലെ 2 മുറിയിലാണ് കിടന്നുറങ്ങിയതെന്ന് പോലും അയാൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ മിക്കപ്പോഴും ഇവിടെ ആണും പെണ്ണും ഒക്കെ വരാറുള്ളതാ, ആ കണ്ണോടെയാണ് അയാൾ നോക്കുന്നതെന്നൊക്കെ അന്നേരം നമ്മുടെ അനി പറഞ്ഞു. അല്ല എന്തെങ്കിലും വശമില്ലാതെ സംസാരിക്കുകയാണെങ്കിലും നീ ഈ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ആയി വരികയാണെങ്കിൽ അയാൾ തൂക്കിയെടുത്ത് അകത്ത് 2 പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ SI ആണെന്ന് അയാൾക്ക് അറിയാനും പാടില്ല. ശരിയാ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, എങ്കിലേ അയാൾ നിന്നെ സാലൂട്ട് അടിച്ചാനെ. നിന്റെ പളിച്ചോ കോമഡിയോ ഒന്നും കേട്ട് ചിരിക്കാനുള്ള സമയമൊന്നും അല്ല ഇത്. നിനക്ക് എന്താ പറ്റിയത് ഇനി? ഇതുപോലൊരു കെണിയിൽ ഞാൻ ഇന്ന് വരെ പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ ആകെതാവുമ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്താൽ ഇന്നലത്തെ രാത്രി സുഖമുള്ളൊരു ഓർമ്മയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് അനി. അത്തരം ഓർമ്മകൾക്ക് വേണ്ടി ഇനി എന്നെ ഇതുപോലെ എങ്ങോട്ടും ക്ഷണിക്കാൻ പാടില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. നീ വരും, ഞാൻ വാശി പിടിച്ചാൽ നിനക്ക് വന്നേ പറ്റുമെന്ന് അനി. എടാ എനിക്ക് ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തേ പറ്റുള്ളൂ. ഒന്നാമത് നീ അവിടെ ഇല്ല, ഞാനും ഇല്ല. ആ നവീനായിട്ടൊരു പ്രപ്പോസലുമായിട്ട് അങ്ങോട്ട് പോയതുകൊണ്ട് നമ്മൾ 2 പേരും കൂടി മുങ്ങിയതാണെന്ന് ഉറപ്പായിട്ടും എല്ലാവരും വിചാരിക്കുമെന്ന കാര്യം നന്ദു പറയുമ്പോൾ അത് ഒഴിവാക്കാനല്ലേ വിഘ്നേഷിനോടും രാകേഷിനോടും വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. എടാ അവന്മാർ ഏത് കാര്യത്തിനും നമുക്ക് സപ്പോർട്ടാണെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം, ചേച്ചിക്കും അത് അങ്ങനെ തന്നെ അറിയാം, അതുകൊണ്ട് ഒന്നും വിശ്വസിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. എന്നാലും ഒരു രക്ഷയ്ക്കതല്ലാതെ വേറൊരു നിവർത്തി ഞാൻ നോക്കിയിട്ട് എൻ്റെ മുന്നിലില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അത് പിന്നെ അതൊക്കെ അവന്മാർ വരട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. നീ വന്നേ എന്ന് പറഞ്ഞാൽ അവർ 2 പേരും അവിടെ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി വീണ്ടും അങ്ങോട്ടേക്ക് വരിക.
അപ്പോൾ സെക്യൂരിറ്റി വന്നു. ആ ചേട്ടാ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് എടുത്ത് വെക്കാത്തതാണെന്ന് പറഞ്ഞു. ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്, ചമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഓംലേറ്റ് പെട്ടെന്ന് അടിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പെട്ടെന്നാവട്ടെ, നല്ല വിശപ്പുണ്ടെന്ന് അനി. ടെൻഷൻ വന്നാലേ എനിക്ക് വിശപ്പ് കൂടും. അപ്പം ശരിയെന്ന് പറഞ്ഞാൽ ചേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. എന്തായാലും ടിപ്പ് കാര്യമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോൾ അത് അയാൾ തന്നെ അയാൾക്കുള്ളത് ഇല്ലാണ്ടാക്കുന്ന ലക്ഷണമാണെന്നൊക്കെ നമ്മുടെ അനി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ വീട്ടുകാരുടെ സമ്മതം ഇല്ലാത്തത് കൊണ്ട് ഇനി നമ്മുടെ കല്യാണത്തിന് ഇതുപോലെ എന്തെല്ലാം കള്ളക്കളി കളിക്കേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് അനി. എടി നമുക്കേ നമ്മുടെ വിവാഹം അങ്ങ് രജിസ്റ്റർ ചെയ്താലോ എന്ന് അനി ചോദിക്കുമ്പം നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു നന്ദു. അല്ല ഇപ്പം എന്താ കുഴപ്പം? എടാ അതിന് നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞു എന്ന് നന്ദു ചോദിക്കാം. പിന്നെ അതിനു മുൻപ് നിശ്ചയം നടത്തുന്നത് പോലും വളരെ വലിയ തെറ്റാ, നിനക്കറിയാവോ? അങ്ങനെയുള്ളപ്പോൾ കല്യാണം നടത്തിയാലേ നമ്മൾ അകത്താകും, പ്രത്യേകിച്ച് നീ അറിയാവോ? എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് നന്ദു. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താ നടക്കുമോ? നടക്കില്ല, അത് ഞാൻ നിൽക്കില്ല എന്ന് നന്ദു തറപ്പിച്ച് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വരാൻ നോക്കുന്നു പറഞ്ഞു നന്ദു അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നയനയെ കാണിക്കുന്നത്. നയന ഇങ്ങനെ അവിടുന്ന് ചായ കുടിക്കുന്നു, അതുപോലെ ആദർശും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനി വന്നു. അനി വിളിക്കാൻ മറ്റോ ചെയ്തു എന്നും ചോദിച്ചാൽ ഇല്ല അമ്മേ, അനിയും നന്ദും കൂടി എങ്ങോട്ട് പോയതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം അതിനുള്ള സാധ്യത കൂടുതലാണ് മോളേന്ന് ദേവയാനി. അനി നിശ്ചയത്തിൻ്റെ അന്ന് ആരുടെയും മുഖത്ത് നോക്കാതെയാണ് നമ്മുടെ സംസാരിച്ചത്. മുത്തശ്ശൻ്റെ മുഖം പോലും അവൻ നോക്കിയില്ല. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു. അത്രയ്ക്ക് അവന് നന്ദുവിനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചും, അതങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും നല്ലമ്മേ, അതുപോലെ തന്നെയാണെന്ന് നയന. അനിയുടെ കാര്യം പറയുമ്പോൾ നന്ദുവിൻ്റെ മുഖത്തുണ്ടാകുന്ന മാറ്റമൊക്കെ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നവീനുമായിട്ടുള്ള ആലോചന അവൾ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല എന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായിരുന്നു എന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ വീട്ടിലേക്ക് പോയേനെന്ന കാര്യങ്ങളും നയന പറയുക. അതിനു പകരം ജോലിക്ക് പോലും പോകാതെ കറങ്ങി നടക്കുക അവൾ ചെയ്യണതെന്നും. ഇനിയിപ്പോൾ ഇതൊരു വിവാദമാക്കാനൊന്നും ഞാനില്ല. ഇളയമ്മയുടെ സ്റ്റാൻഡ് എന്തായാലും വ്യക്തമായി കഴിഞ്ഞു. എങ്കിലും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർക്ക് മറ്റു ബന്ധങ്ങൾ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആദർശ് പറയാം. അത് കേട്ടപ്പോൾ മോനെ, ജാനകി ഇക്കാര്യത്തിൽ കർശന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് അത്രയ്ക്ക് സിമ്പിളായിട്ടൊന്നും കാണാൻ കഴിയില്ല ആദർശേ. കേട്ടല്ലോ, അമ്മയെ കൊന്നിട്ട് എന്തായാലും അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ദേവയാനി പറയണം. അപ്പോൾ അതേ അവർ പരസ്പരം ഇഷ്ടത്തിലാണെങ്കിൽ മിക്കവാറും അവരുടെ കല്യാണം ഇങ്ങനെ നീണ്ടു പോവത്തേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ നയനയുടെ ഫോണിലേക്ക് കോള് വരുന്നു. നയന ഫോൺ എടുത്ത് നോക്കുക. അപ്പോൾ ആരാന്ന് ചോദിച്ചു. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. അങ്ങനെ നയന അത് എടുക്കുവാണ്. അപ്പോൾ ഹലോ, നന്ദു ചേച്ചി വിളിക്കുന്നതെന്ന് പറഞ്ഞു. നീ ഇത് എവിടെയാ മോളെ? അത് പിന്നെ ചേച്ചി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഓരോരുത്ത് പെട്ടുപോയി ചേച്ചി. ശക്തമായ മഴ കാരണം റോഡ് ബ്ലോക്കാണെന്ന് നന്ദു. നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? അത് പിന്നെ എല്ലാവരും ഉണ്ട് ചേച്ചി. എല്ലാവരും എന്ന് പറഞ്ഞാൽ അനിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ദേ എന്ന് പറഞ്ഞു നന്ദു എങ്ങനെ നിന്ന് കാണിക്കാം, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദുവിടെ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. മോളെ നന്ദു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ കട്ടാക്കിയല്ലോ. അപ്പോൾ ദേവയാനി ചോദിച്ചു അനി കൂടി ഉണ്ടെന്നാണോ മോളെ പറഞ്ഞതെന്ന്. അതൊന്നും പറഞ്ഞില്ല, വന്നിട്ട് പറയാമെന്നാണ് അവൾ പറയുന്നത്. അപ്പം നീ ആ നമ്പർ ഒന്ന് കാണിച്ചേ. അപ്പോൾ ആദർശ് ആ നമ്പർ എടുത്ത് ഇങ്ങനെ നോക്കി. ആദർശ് നമ്പർ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ഇത് പൊന്മുടിയാണല്ലോ. അപ്പോൾ അവിടേക്ക് രണ്ടുപേരും കൂടി പോയിരിക്കുന്നതെന്ന് ആദർശ് പറയുമോ. ഫ്രണ്ട്സ് ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവർ ഭയങ്കര ഇതായി. ആ രാകേഷിനെ വിഘ്നേഷിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇനി അവരെല്ലാവരും കൂടി ഒരിടത്ത് ഒത്തുകൂടിയതായിരിക്കും എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ ദേവയാനിക്കും ആകെ ഇത്. അപ്പോൾ അതെ നന്ദുവിന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് അവരുടെ അച്ഛനും അമ്മയും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് ദേവയാനി പറയാം. എന്തായാലും ആ വാർത്ത അറിഞ്ഞ് ഇവർ ഞെട്ടി. ഇവിടെ നിശ്ചയം മുടങ്ങിയതിൻ്റെ പേരിൽ എന്തിനാ മോളെ നിൻ്റെ അച്ഛനും അമ്മയും വെറുതെ നന്ദുവിനെ വഴക്ക് പറഞ്ഞതെന്ന് ദേവയാനി ചോദിക്കുക. അതുകൊണ്ടല്ലേ അവൾ അവിടുന്ന് പിണങ്ങിപ്പോയത്. നന്ദുവും അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ നവീൻ അത് അറിയില്ലായിരിക്കും. അതുകൊണ്ടല്ലേ നന്ദുവിൻ്റെ അടുത്തേക്ക് എൻ്റെ വീട്ടിലേക്കും ഒക്കെ നവീൻ ആലോചനയൊക്കെ ആയിട്ട് പോയതെന്ന് ചോദിക്കുമ്പം എന്തായാലും നവീൻ്റെ ആലോചന വളരെ വളരെ നല്ലതായിരുന്നു എന്ന് ദേവയാനി പറയാണ്. നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീട് വളരെ സേഫാണെന്ന കാര്യവും പറഞ്ഞ് നവീൻ്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു മകനല്ലേ ഉള്ളൂ മോളെ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരുമകളെ മകളായി കണ്ട് അവർ സ്നേഹിച്ചേനെ എന്ന് ദേവയാനി പറയാട്ടോ. എനിക്ക് പത്മത്തെ അറിയാവുന്നതാണല്ലോ.
എന്തായാലും ആരോടും പറയാതെ അനിയൻ നന്ദും പൊന്മുടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്തരം യാത്രകളൊന്നും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ദേവയാനി ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. അതും പറഞ്ഞ് ദേവയാനി അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശം നയനയും കൂടി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. അനി കൂടെയുണ്ട്, അല്ലെങ്കിൽ അനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കില്ല എന്ന് എന്നോട് പറയാമായിരുന്നല്ലോ. കാണും, അല്ലാതെ അവൻ എവിടെ പോവാനാ? രണ്ടാളും കൂടെ മഴയത്തെ പൊന്മുടി കാണാൻ പോയേക്കുവാണെന്ന് ആദർശം ഇങ്ങനെ ദേഷ്യത്തോടെ നയനയോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദുവും അനിയും കൂടി അവിടെ നിന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുക. അപ്പോൾ അങ്ങനെ അവിടുന്ന് വിളി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കോൾ വന്ന് നീ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എടുക്കുമൊന്നുമില്ല. അപ്പോൾ അയാൾ കഴിക്കാനുള്ള ഫുഡും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവരിവിടെ ആകെ ബഹളി പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ചേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ടെന്ന് ചേട്ടൻ പറയണമെന്ന് പറഞ്ഞു. അത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം സാറേ എന്ന് ഇദ്ദേഹം പറയാട്ടോ. പോകുമ്പോൾ കാണേണ്ട രീതിയിൽ തന്നെ ചേട്ടനെ കണ്ടോളാം എന്ന് പറഞ്ഞപ്പം അയ്യോ അത് പിന്നെ എനിക്ക് അറിഞ്ഞോട്ടെ ചേട്ടാ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ സാർ എന്ന് ചോദിച്ചോട്ട് ഇങ്ങനെ ചേട്ടൻ നിൽക്കാം. അപ്പോഴത്തേക്കും കോള് വന്നു. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ കോൾ എടുത്തു. ഹലോ, ആരാ? ഇതേതാ സ്ഥലം? ഇത് അപ്പോൾ സ്പീക്കറിലിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ സ്പീക്കറിലിട്ടു. ഇത് പൊന്മുടിയാണല്ലോ, നിങ്ങളാരാ സംസാരിക്കുന്നത്? ഞാനിവിടെ ഗസ്റ്റ് ഹൗസിൻ്റെ നോട്ടക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ആരെങ്കിലും ഇന്നലെ ഗ്രൂപ്പായിട്ട് വന്ന് റൂം എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ഭയങ്കര ടെൻഷൻ. അത് പിന്നെ കുറച്ച് പിള്ളേർ ഇവിടെ റൂം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു അവരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും 4 പേരെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അനി പറയാം. ഓരോ 4-5 പേരുണ്ട് സാറേ. അപ്പോൾ കൂട്ടത്തിൽ അനിരുദ്ധ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആരുടെയും പേരൊന്നും ഞാൻ ചോദിച്ചില്ല സാറേ എന്ന് പറഞ്ഞു. ഇവിടെ വഴിയൊക്കെ ആകെ ബ്ലോക്കാ, അതുകൊണ്ടാണ് ഇവിടെ തങ്ങുന്നതേ. പിന്നെ അവർ ഉടനെ പുറപ്പെടുമായിരിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ ഓക്കെ സാർ. അപ്പോഴാണ് നമ്മുടെ അനിക്കൊന്ന് ശ്വാസം നേരെ വീണത്. ചേട്ടാ ഇനി വിളിക്കുകയാണെങ്കിൽ ഒരു രാകേഷ് മുറി ബുക്ക് ചെയ്തെന്ന് വേണം കേട്ടോ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നന്ദു അനിയും കൂടി ഇങ്ങനെ ആകെ വരണ്ടു പോയി. കാരണം ആദർശ് പണി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ആദർശ് പണി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനും പേടിയായി, ആകെ മൊത്തത്തിൽ കൊളായി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.